അപ്പം ഷാഫിയും രാഹുലും കൂടി വെറുതെ എന്നോട് ചൊറിയാൻ നിന്നിട്ട് കൂടുതൽ ഇഴന്ന് വാങ്ങരുത്. അതവർക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ഇവരന്മാരെ വിചാരമുണ്ട് യുവന്മാർക്ക് എന്നെ പേടിപ്പിച്ച് കളയാന്നുള്ളത്. ഇവന്മാർ കുറേ ഗുണ്ടാ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയടാ നാറികളെ. അതും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്കിതിനകത്ത് ഒരു പേടി ഉണ്ടായിട്ടല്ല ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് തലയിൽ കയറാൻ വേണ്ടി വരരുത്. പിന്നെ ഇവർക്കെന്താ ഈ പേടിപ്പിക്കാൻ എന്താ ഉള്ളേ? ഇവർ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു മൈലും ചെയ്യില്ല ഇവരെ കൊണ്ട്. ഇവർക്ക് മാക്സിമം പോയാൽ എന്നെ കൊല്ലാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഇവരെന്ത് തേങ്ങ ചെയ്യുക? അതിനെക്കുറിച്ച് പേടിയില്ലാത്ത ഒരാളുമാണ് ഞാൻ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഈ രാത്രി 3 മണി ആവാനുള്ള സമയത്ത് ഞാൻ എടപ്പള്ളിയിൽ ചെയ്യുന്ന ഇപ്പം വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ചാനലിൻ്റെ ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടാ. ഞാൻ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ വളരെ സൈലൻ്റായിട്ടിരിക്കുകയായിരുന്നു. ഞാനൊരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇവർ ചില ഓൺലൈൻ മാധ്യമക്കാരെ കൊണ്ട് രാജൻ ജോസഫ് ഒളിവിൽ പോയി. പാവം പിടിച്ച പെൺകുട്ടികളെയും കൂടി വിളിച്ച് പറയും, അവരുടെ പേരും കൂടി മെൻഷൻ ചെയ്യുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒരു ഒളിവിലും പോയിട്ടില്ല. എനിക്ക് നല്ല വിശ്വാസമുള്ള കാര്യങ്ങളും എനിക്ക് നല്ല ബോധ്യങ്ങളുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഷാഫിയും രാഹുലും കൂടി വെറുതെ എന്നോട് ചൊറിയാൻ നിന്നിട്ട് കൂടുതൽ ഇഴന്ന് വാങ്ങരുത്. അതവർക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ഇവരന്മാരെ വിചാരമുണ്ട് യുവന്മാർക്ക് എന്നെ പേടിപ്പിച്ച് കളയാന്നുള്ളത്. ഇവന്മാർ കുറേ ഗുണ്ടാ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയടാ നാറികളെ. അതും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്കിതിനകത്ത് ഒരു പേടി ഉണ്ടായിട്ടല്ല ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കിതിനകത്ത് നല്ല ബോധ്യമുണ്ട്. എനിക്ക് നല്ല പ്രതിഷേധമുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അത് ഇവർ നന്നായി വരികയാണെങ്കിൽ നന്നായി വരട്ടെ എന്നേ കരുതുന്നുള്ളൂ. ഭാവിയുള്ള ചെറുപ്പക്കാരാണ് ഒക്കെയാണ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തലയിൽ കയറാൻ വേണ്ടി വരരുത്. പിന്നെ ഇവർക്കെന്താ ഈ പേടിപ്പിക്കാൻ എന്താ ഉള്ളേ? ഇവർ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു മൈലും ചെയ്യില്ല ഇവരെ കൊണ്ട്. ഇവർക്ക് മാക്സിമം പോയാൽ എന്നെ കൊല്ലാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഇവരെന്ത് തേങ്ങ ചെയ്യുക? അതിനെക്കുറിച്ച് പേടിയില്ലാത്ത ഒരാളുമാണ് ഞാൻ. അപ്പോൾ ഇവർ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് സൈബർ ടീമിൽ കുറേ ആൾക്കാരെ കൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനെ മിണ്ടാതെ പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. UP അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതിന് മാത്രം ഒരു മൈരും നീയും ഇല്ലാന്ന്. അവരെ നിന്റെ തന്തയാണല്ലോ ഉള്ളേ, പോടാ അവിടുന്ന്. ഞാൻ നിന്റെ പോസ്റ്റിലോ നിന്റെ പ്രൊഫൈലിലോ ഇതുവരെ വന്നിട്ടില്ലല്ലോ. നീ എന്നെ പ്രൊഫൈൽ തെരഞ്ഞ് ഞാനൊരു ലൈവിൽ വരുമ്പോഴത്തേക്ക് ഓടി വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നീ വായി നോക്കിയാ. ഞാൻ ഒന്നും കൊള്ളാത്ത ആളാണെങ്കിൽ നീ എൻ്റെ പ്രൊഫൈലിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. പോടാ അവിടുന്ന് കേട്ടോ. ആകെ വീട്ടിൽ നിന്ന് പഠിച്ച വർത്താനൊക്കെ അവിടെ പറഞ്ഞാൽ മതി. നീ ഒരു സുഡാപ്പിയാണെന്നുള്ളത് എനിക്കറിയും ചെയ്യാം. ഈ സുഡാപ്പികളൊക്കെ എങ്ങനെയാണ് നിലക്കിർത്തേണ്ടതെന്നും കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടുമുണ്ട് ഞാൻ. വെറുതെ കിടന്ന് ചൊറിയാൻ വരുന്നേ ഈ നാറികൾക്കൊന്നും ഒരു പണിയില്ലല്ലോ എന്നുള്ള ആലോചിക്കുന്നത്.